ടൈറ്റിൽ உங்களுக்கு எல்லாருக்குமே தெரியும் നമോ യോഗി. ഇന്നേക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരി അത് നമ്മുടെ യോഗിജിയാണ്. ആ യോഗിജിയെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് നമ്മൾ ഈ സിനിമയിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്. അടുത്ത ഇന്ത്യയുടെ പൊസിഷൻ എന്താണ്, അതാണ് മെയിനായിട്ട് നമ്മൾ ഈ സിനിമയിലൂടെ കൊണ്ടുവരുന്നത്. ഈ സിനിമയുടെ മെയിൻ പ്രൊഡ്യൂസർ ജോർദാൻ സ്വദേശിയാണ് മിസ്റ്റർ മുഹമ്മദ്. അദ്ദേഹമാണ് ജോർദാൻ സ്വദേശിയാണ് മിസ്റ്റർ മുഹമ്മദ്. രണ്ടാമത്തെ പ്രൊഡ്യൂസർ പുന്നശ്ശേരി ഫിലിം പ്രൊഡക്ഷൻസ് സിസി സോണി. ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ജനുവരി മാസം 15-ാം തീയതി മഹാരാഷ്ട്രയിലെ പൂന ജില്ലയിലെ ദാവുന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് ഇന്ത്യയിൽ നമ്മുടെ ചെന്നൈയിൽ, കേരളത്തിൽ തിരുവനന്തപുരം, ബാംഗ്ലൂർ, ബീഹാറിൽ പാട്ന, അതുപോലെ നമ്മുടെ ഉത്തർപ്രദേശിലെ വാരണാസി, വിദേശ രാജ്യത്ത് ജോർദാൻ, നേപ്പാൾ, മലേഷ്യ എന്നീ രാജ്യങ്ങളിലും ഇതിൻ്റെ ചിത്രീകരണം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ചിത്രത്തിൽ തമിഴ് സിനിമയിലെ സെൽവൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരാളാണ് മെയിൻ കഥാപാത്രം. അദ്ദേഹം വന്നിട്ടില്ല, അദ്ദേഹം സുഖമില്ല. അദ്ദേഹം നായ്ക്കുട്ടി എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമയിലെ ഹീറോ ആയിരുന്നു. നായ്ക്കുട്ടി കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? തമിഴ് നായ്ക്കുട്ടി സിനിമ, നായ്ക്കുട്ടി ആ സിനിമയുടെ ഹീറോയാണ് നമ്മൾ പടത്തിലുള്ള ആ സിനിമ, അതാണ് മെയിൻ ഹീറോ. അടുത്ത വിവേക് റാവു, കന്നഡ സിനിമയിൽ ഇപ്പം നല്ലൊരു ഹീറോ, പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു മെയിൻ ഹീറോയാണ് വിവേക് റാവു. അദ്ദേഹം വന്നിട്ടില്ല, അദ്ദേഹം ഒരു സെക്കൻഡ് ഹീറോയാണ്. അതുകൊണ്ട് സഞ്ജന നായിഡു, കന്നഡ ആർട്ടിസ്റ്റ്, ആണ് ഹീറോയിൻ, മെയിൻ ഹീറോയിൻ. ആ ലീഡ് വേഷം ചെയ്യുന്നത് നമ്മുടെ മലയാളത്തിലുള്ള ദിനേശ് പണിക്കർ സാറ്, അതുകൂടാണ്ട് സോണിയ മൽഹാർ. തെലുങ്കിലെ ഹീറോയിനുണ്ട്, മെയിൻ ഹീറോയിൻ നവീന റെഡ്ഡി, അത് തെലുങ്കിൽ ഇപ്പോഴത്തെ നല്ല ലീഡിങ് ആക്ട്രസ്സാണ്, അവർ ഹൈദരാബാദിലാണ്. അതുകൂടാണ്ട് ബോളിവുഡിലെ ആക്ട്രസ് ഷഹനവാസ് ഖാൻ, ബോളിവുഡ് ആക്ട്രസ് ആർതി ജോഷി, അതുപോലെ USA ഉള്ള റോബർട്ട് ഗെറിറ്റ്സ്. റോബർട്ട് ഗെറിറ്റ്സിനെ നിങ്ങൾക്ക് മിക്ക ആൾക്കാരും കണ്ടിരിക്കുന്നു. മിക്ക സിനിമയിൽ അദ്ദേഹം ഗുണ്ടയായിട്ടൊക്കെ വരുന്നു, ഗുണ്ടയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് റോബർട്ട് ഗെറിറ്റ്സ് എന്ന് പറയും. ഒരുപാട് സിനിമകളുണ്ട് അദ്ദേഹം. അതുകൂടാണ്ട് ഗസ്റ്റ് റോൾ ചെയ്യുന്നത് ഇറ്റലിയിൽ സ്വദേശിയായ ഫിലി എന്ന് പറയുന്ന ലേഡിയാണ് ഗസ്റ്റ് റോള്. അതുകൂടാണ്ട് ഒരു ഗസ്റ്റ് റോൾ ചെയ്യുന്നത് സോബി, അത് ആസ്ട്രിയൻ സിറ്റിസൺ ഉള്ള ലേഡിയാണ് സോഫി. നേപ്പാളി സ്വദേശി ശ്രേയ ഘോഷ്, നേപ്പാളിലുള്ള ലേഡിയാണ്, നേപ്പാളിലെ ഫേമസ് ആക്ട്രസ് കൂടിയാണ്. അവർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. പ്രത്യേകം താങ്ക്സ് പറയേണ്ടത് കന്നഡ ഫിലിം ചാമ്പറാണ്. കന്നഡയിൽ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ നമ്മുടെ ധനശേഖർ സാറ് അവർ ഒരുപാട് സപ്പോർട്ട് നമുക്ക് ചെയ്യുന്നുണ്ട് സിനിമ പ്രൊഡക്ഷനിലായിട്ട്. പിന്നെ നമ്മുടെ സ്പോൺസേഴ്സ് ഉണ്ട്. നമുക്ക് നേപ്പാളിലെ മഹിമ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് പൊഖറ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു സ്പോൺസർ ഉണ്ട്. അദ്ദേഹം നമുക്ക് അവിടെ എല്ലാം സ്പോൺസർ ചെയ്യുന്നുണ്ട്. മഹിമ ഫൗണ്ടേഷൻ, മിസ്റ്റർ നിസാർ. ജോർദാനിൽ മിസ്റ്റർ മുഹമ്മദ് നവാഫ്ലക് ഗബ്ബ, അദ്ദേഹത്തിന് ജോർദാനിൽ സ്വന്തമായി ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനിയാണ് ജോർദാൻ ഫിലിം പ്രൊഡക്ഷൻ. അതുകൂടാണ്ട് നമുക്ക് വേറൊരു സ്പോൺസർ മലേഷ്യയിൽ വിമല മേഡത്തിനും ഈ അവസരത്തിൽ നന്ദി പറയാം. മ്യൂസിക് ഡയറക്ടർ മിസ്റ്റർ രവി കിരൺ, അദ്ദേഹത്തിൻ്റെ 19ാമത് സിനിമയാണ് നമ്മുടെ സിനിമ. ഇവങ്ങൾ ഞാനും 20 years ആയിട്ട് ഫ്രണ്ട്സാണ്. ഇദ്ദേഹം 18 പടം പണിയാച്ച്. അടുത്തത് ഗാന്ധി ഒരു 20 years ഫ്രണ്ട്സ്, നിറയെ പടം പണിയിരിക്കാറ്, സിനിമ പണിയിരിക്കാറ്. ഇതിന് കോറിയോഗ്രാഫി ഞാൻ അറിമുഖപ്പെടുത്തുന്നത്, കോറിയോഗ്രാഫി സ്നേഹ നായർ. അവങ്ങളുടെ ഫസ്റ്റ് മൂവി